ആലപ്പുഴ നഗരത്തിൽ ആലിശ്ശേരി സക്കറിയ ബസാർ മേഖലകളിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ ഇന്നലെ വളഞ്ഞ വഴിയിൽ യുഡിഎഫ് നടത്തിയ തെരുവ് നാടകം തടസ്സപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ 10 സിപിഎം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരും. ശരണ്യ, ഈ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന് പിന്നിൽ ആരെന്നാണ് യുഡിഎഫ് ആരോപിക്കുന്നത്? പാർവതി, ഇന്നലെ ആലപ്പുഴ വളഞ്ഞവഴിയിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്തുടർച്ചയാണ് ഈ ആലപ്പുഴ നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം നശിപ്പിച്ചതെന്നുള്ള ആരോപണമാണ് യുഡിഎഫ് ഉന്നയിക്കുന്നത്. ഈ സംഭവങ്ങളിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസം തെരുവ് നാടകവുമായി ബന്ധപ്പെട്ട്, അതായത് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാലിന്റെ പ്രചാരണാർത്ഥം സർക്കാരിനെ വിമർശിക്കുന്ന പ്രമേയമുള്ള തെരുവ് നാടകം വളഞ്ഞ വഴിയിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ തെരുവ് നാടകം നടക്കുന്നതിനിടയിൽ അത് സംഘർഷാവസ്ഥയെ തുടർന്ന് തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യ ദിവസത്തെ വളഞ്ഞവഴിയിൽ നടന്ന പരിപാടിയിൽ ഇത് തടസ്സപ്പെടുത്തിയ സിപിഎം പ്രവർത്തകരാണെന്നുള്ള ആരോപണം യുഡിഎഫ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അതേ തുടർന്ന് ഇന്നലെ പോലീസ് സംരക്ഷണയിൽ വീണ്ടും വളഞ്ഞ വഴിയിൽ യുഡിഎഫ് തെരുവ് നാടകം നടത്തി. ഈ തെരുവ് നാടകം നടത്തുന്നതിനിടയിലേക്ക് സംഘർഷവുമായി സിപിഎം പ്രവർത്തകർ എത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് പിന്നീട് പ്രവർത്തകരെ മാറ്റേണ്ട സാഹചര്യമുണ്ടായി. വലിയ പോലീസ് സന്നാഹം ആ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തു. സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു അവിടെ രണ്ടാം ദിവസവും ഈ നാടകം തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഉണ്ടായത്. ഈ സംഭവത്തിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള 10 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സിപിഎം വളഞ്ഞവഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീഷ്, ഒപ്പം തന്നെ സിപിഎമ്മിന്റെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് ഉൾപ്പെടെയുള്ള 10 സിപിഎം പ്രവർത്തകർക്കെതിരെയാണ് അമ്പലപ്പുഴ പോലീസ് നിയമവിരുദ്ധമായ സംഘചേരൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിട്ടുള്ളത്. ഇതിന് തുടർച്ചയായാണ് ഇന്ന് രാവിലെ ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പോസ്റ്ററുകൾ വ്യാപകമായി പലയിടങ്ങളിലും നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സക്രിയ ബസാർ, നഗരത്തിലെ സക്രിയ ബസാർ, വളഞ്ഞവഴി തുടങ്ങിയ പ്രദേശങ്ങൾ, ആലിശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലും, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം AN-പുരം അടക്കമുള്ള ഇടങ്ങളിലും ഫ്ലെക്സുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇത് സംഘർഷ സാധ്യത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നത് എന്നാണ് യുഡിഎഫ് ഉന്നയിക്കുന്നത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ സിപിഎം പ്രവർത്തകരുടെ അറസ്റ്റും കൂടി ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. പാർവതി, ആലപ്പുഴയിൽ യുഡിഎഫ് നടത്തിയ തെരുവ് നാടകം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 10 സിപിഎം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജൻ.